അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാ മായയായത്? ഇവിടുന്ന് എല്ലാത്തിന്റെ തുടക്കം. നമ്മുടെ പൂർവികര് ജീവിച്ചത് ഇവിടെയാ. അതൊരു വലിയ ചരിത്ര സംഭവം. എന്ത് ചരിത്ര സംഭവം? പാണ്ഡ്യൂരില് ഒരു രാജാവുണ്ടായിരുന്നു. അവൻ വെറും ഏതോ ഒരു കഷ്ണം കല്ലിനു വേണ്ടി വിശാലമായ തൻ്റെ ഭൂമിയെല്ലാം ഊരുള്ളവർക്ക് ദാനം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവങ്ങൾക്ക് കൊടുത്ത വാക്ക് വെറുതെ ആവില്ലേ? എന്നെ നിങ്ങളുടെ രാജാവായി കരുതി ഈ കൽദൈവത്തെ എനിക്ക് തരണം. നിങ്ങൾ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. നിങ്ങൾക്ക് വേണ്ടത് പഞ്ചുരുളി കൽദൈവത്തെയാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെ ഞാൻ ഭക്തിയോടെയാണ് കാണുന്നത്. എന്റെ ശബ്ദം കേട്ട ദിക്കിനറ്റം വരെയുള്ള ഭൂമി ഈ ഗ്രാമത്തിലെ എല്ലാവർക്കുമായി പകുത്തു നൽകണം. ഒന്നോർത്തോളൂ, ഞാൻ വരികയാണെങ്കിൽ എന്റെ കൂടെ ഗുളികനും ഉണ്ടാകും. എന്നെ വിശ്വസിക്കാം. സ്ഥലത്തിന്റെ കാര്യം തീരുമാനിക്കണം. നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ കാരണന്മാരായിട്ട് ദൈവങ്ങൾക്ക് ദാനം ചെയ്ത ഭൂമിയല്ലേ ഇത്? അന്നു മുതലല്ലേ നമ്മുടെ കുടുംബം സമാധാനമായിട്ട് ജീവിക്കാൻ നേരത്ത് അവർക്ക് ദാനം ചെയ്തല്ലേ. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഒക്കെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ആവശ്യത്തിലധികം കാശ് കിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് നടക്കില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ മാറി നിൽക്കും. ഞാൻ കോടതി വഴി വാങ്ങിച്ചോളാം. ഈ ഭൂമി ഇവരുടേതാണെന്നോ? ഇത് ദൈവം പറയുന്നതാണോ ദൈവകോലം പറയുന്നതാണോ? അയാൾ എവിടെ പോയെന്ന് നിനക്കറിയണോ? കാട്ടിലേക്ക്. അയാളെ കാണാതെ ഇടത്തിന് ചുറ്റും തീയാണ്. ആ തീ കത്തുന്ന കാട്ടിൽ വെളിച്ചമല്ല, പകരം ഇരുട്ടാണ് പരത്തുന്നത്. അപ്പം മുതലാളി, അയാൾ ആ കോടതിയുടെ പടിയിൽ ചോര തുപ്പി മരിച്ചു. കോടതി കയറ്റും, പക്ഷെ അതിന്റെ വിധി തീരുമാനിക്കുന്നത് ഞാനല്ലേ. അടുത്തതായി നമ്മുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട ശിവണ്ണന്റെ പോത്തുകളാണ് ഇറങ്ങാൻ പോകുന്നത്. ഇത് നമ്മുടെ ആളാ. ഇവിടെ തന്നെ ജോലി ശരിയാക്കി തരണം. അതിനെന്താ, ഇത് നമുക്ക് ശരിയാക്കാൻ ശിവ. പതിയെ മതി. മുതലാളിക്കില്ല. എനിക്കുള്ളത് അവിടെയുണ്ട്, ഇത് നീ എടുത്തു. ശരി. തിരക്കൊന്നും കൂട്ടണ്ട. ആരോട് ചോദിച്ചിട്ടാണ് നീ ഉള്ളിലേക്ക് കയറി നായ? ഭൂമി പ്രശ്നം കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തോ ദുരന്തം വരാനിക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങൾ എല്ലാം ശരിയാക്കി തരണം. അത് പറയാനാണ് ഈ സമയത്ത് ഫോൺ വിളിച്ചത്. എന്താ കുഴി? നിങ്ങൾ പേടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം കേട്ടോ. ഈ കൊല്ലംകുടി മുതൽ ആ അറ്റം വരെ ആ കാണുന്ന മലയില്ലേ, ഒരു 500 ഏക്കറുണ്ട്, എൻ്റേതാണ്. എങ്ങനെയുണ്ട്? നല്ല സ്ഥലം. ദൈവകോലം കെട്ടുന്ന എപ്പോഴും നിങ്ങളല്ലേ. അതിനൊരു ദക്ഷിണയായിട്ട് കരുതിയാൽ മതി. ഇതിൽ നിന്നൊരു 5 ഏക്കർ നിങ്ങൾക്ക് പതിച്ചു തരാം. സന്തോഷമല്ലേ? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല മുതലാളി. ദൈവം അതിനെ സമ്മതിക്കില്ല. മുതലാളിയും ഗുരുജിയും ജീപ്പിലങ്ങനെ പോകുന്നുണ്ട്. തിരിച്ചു പോയപ്പോ മുതലാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഗുരുവായി കൊന്നു കളഞ്ഞത് ആരാണെന്ന് നമുക്കറിയോ? നീയോ?
നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വരാറില്ലല്ലേ? എനിക്കിങ്ങോട്ട് വന്നൂടെ? കലിയുകയല്ലേ, അതാവും. എന്റെ ഭൂമിയിലിരിക്കുന്ന ആ കല്ല് കഷ്ണമില്ലേ, അതെടുത്ത് ഊരി വിട്ട് പോയിക്കോ. ഞങ്ങളോട് ഈ മണ്ണ് വിട്ടു പോകാൻ പറയാൻ നീ ആരടാ? దర్బారు వరి బావే వా